റഷ്യൻ എണ്ണ ഉൽപ്പാദകർക്കും കപ്പലുകൾക്കുമെതിരെ യുഎസ് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ചൈന ഇന്ത്യൻ റിഫൈനറികൾ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വരുമെന്ന റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ എണ്ണവില ഉയരുവാൻ സാധ്യതയുള്ളതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എണ്ണയും പ്രകൃതിവാതകവും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന റഷ്യൻ സർക്കാർ കമ്പനികളായ ഗാസ്ട്രോം, നെഫ്റ്റ്, സുർഗുനെഫ്റ്റ് ഗ്യാസ് എന്നിവയ്ക്കെതിരെയാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് വെള്ളിയാഴ്ച മുഖ്യമായും ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത്. റഷ്യൻ എണ്ണ കടത്തുന്ന 183 കപ്പലുകൾ, വിതരണ ശൃംഖലയിലെ കണ്ണികളായ കമ്പനികൾ എന്നിവയെയും ഒഴിവാക്കിയില്ല. ഉപരോധം നേരിടുന്ന കപ്പലുകളിൽ പലതും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ കടത്തുന്നവയാണ്. ചില കപ്പലുകൾ ഇറാനിൽ നിന്നുള്ള എണ്ണയും കടത്തുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണയൊഴുക്ക് നിലയ്ക്കുന്നത് ഇന്ത്യയിലും ചൈനയിലും പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ഉപരോധങ്ങൾ മൂലം ആഗോള വിപണിയിൽ എണ്ണക്ഷാമമുണ്ടാകില്ലെന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. റഷ്യൻ എണ്ണയുടെ അഭാവം നികത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് അമേരിക്കയിലെ ഊർജ്ജ വിഭവ വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ജെഫ്രി പാറ്റ് പറഞ്ഞു. ഉപരോധങ്ങൾ നേരിടുന്ന സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള കരാറുകൾ പൂർത്തിയാക്കാൻ മാർച്ച് 12 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില 3% ഉയർന്നു. ബ്രിട്ടനും സമാന ഉപരോധങ്ങൾ റഷ്യയ്ക്കുമേൽ ചുമത്തിയിട്ടുണ്ട്. ഉപരോധങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ഗാസ്ട്രോം നെഫ്റ്റ് പ്രതികരിച്ചു. റഷ്യയുടെ എണ്ണ വരുമാനം എത്ര കുറയുന്നുവോ അത്ര വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. അമേരിക്കയിൽ അധികാരത്തിലേറാൻ പോകുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ തുടങ്ങിയാൽ യുക്രൈനെ മേൽക്കൈ ലഭിക്കണം എന്നുദ്ദേശിച്ചുകൂടിയാണ് ബൈഡന്റെ നീക്കം. 20-ന് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറുന്ന ഡൊണാൾഡ് ട്രംപിനെ ഉപരോധങ്ങൾ റദ്ദാക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ വേണം.